ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ശ്രുതി പേരിൻകള്ളിയാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പേരിൻകള്ളിയല്ല, പേരിൻകള്ളിക്ക് കഞ്ഞി വച്ചവൾ എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചന്ദ്രയ്ക്ക് പറ്റിയ മരുമകൾ തന്നെയാണ് ഈ പറയുന്ന ശ്രുതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അതൊക്കെ നമുക്ക് പതുക്കെ അറിയാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ രവീന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ഉള്ളത്. പെൻഷനും കാശുകളും ഒന്നും ഇതുവരെ കയ്യിൽ കിട്ടി തുടങ്ങിയിട്ടില്ല. നമ്മുടെ സച്ചിയുടെ ആ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ആ വീടിപ്പം മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. പെൻഷൻ്റെ കാര്യങ്ങൾ എവിടം വരെ ആയിന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇത്രയും നാളായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അതൊന്ന് അന്വേഷിച്ച് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ നേരെ പോവുകയാണ് ഓഫീസറുടെ വീട്ടിലേക്ക്. അപ്പോൾ ഓഫീസർ എന്ന് പറഞ്ഞാൽ പെൻഷനും കാര്യങ്ങളും ഒക്കെ ഒപ്പുവെക്കുന്ന ഒരാളുണ്ട്. അപ്പം അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അയാൾ എന്ന് പറയുന്നത് വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ സച്ചി പൂശിയില്ലേ, നമ്മുടെ സച്ചി 2 അടിയൊക്കെ കൊടുത്തായിരുന്നല്ലോ ആ ഒരു വിരമിക്കൽ ചടങ്ങിൻ്റെ അന്ന്. അപ്പോൾ അയാളാണ് കേട്ടോ. അയാൾ മനഃപൂർവ്വം പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ രവീന്ദ്രനും അറിയാം. അതുപോലെ ചന്ദ്രയും ഇടയ്ക്ക് ഇങ്ങനെ സച്ചിനെ കുത്തി പറയുന്നുണ്ടല്ലോ, ഇവൻ കാരണമാണ് പെൻഷൻ കിട്ടാത്തതെന്ന്. അപ്പം അതുകൊണ്ട് അയാളെ തന്നെ പോയി കണ്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അയാൾ നല്ല രീതിയിൽ തന്നെ അകത്തേക്കൊക്കെ ക്ഷണിച്ച് കയറ്റി ഇരുത്തുന്നുണ്ട് കേട്ടോ. എങ്കിൽ പോലും അയാളുടെ വൈഫിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കുറച്ച് നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഒരു രീതിയിലൊരു സ്വഭാവക്കാരിയാണ്. കുറച്ച് പവറും ജാടയും ഒക്കെ ഇട്ട് നമ്മുടെ രവീന്ദ്രനെ കണ്ടിട്ട് എന്തോ എണീക്കാതെ, അതായത് കീഴുദ്യോഗസ്ഥനാണല്ലോ തൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഓഫീസിലെ കീഴുദ്യോഗസ്ഥനാണ്, വിരമിച്ചവനാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞ് എണീക്കാത്തൊക്കെ രീതിയിൽ വെറും പുച്ഛമായ രീതിയിൽ കാലൊക്കെ കയറ്റി വെച്ചൊരു മാസികയൊക്കെ വായിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. അപ്പം ആ ഒരു സ്ത്രീയാണുള്ളത്. അപ്പം അവിടെ ചെന്ന് കയറി നമ്മുടെ രവീന്ദ്രനോട് ഇരിക്കാൻ പറയുന്നു. എന്താ രവീന്ദ്ര, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, ഈ വഴിയൊന്നും വരാറില്ലായിരുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പം അത് ഞാൻ വന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല സാർ, പെൻഷനൊന്നും ഇതുവരെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ കൂടെ വെച്ചവർക്കൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തു പറ്റി എൻ്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, തനിക്കൊരു ആക്സിഡൻറ്റ് കേസ് ഇല്ലായിരുന്നോ, ആ ഒരു കേസ്, അപ്പം അതിൻ്റെയൊക്കെ കാരണമായിരിക്കാം ഇത് മുടങ്ങിക്കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഭാര്യ അങ്ങ് എണീച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ എന്തിനാ മനുഷ്യ നുണ പറയുന്നത്? നുണ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ മനഃപൂർവ്വം മുടക്കിയിട്ടേക്കുന്നത് തന്നെയാണെന്നേ ഇയാളോട് അങ്ങ് പറഞ്ഞു കൊടുക്കത്തില്ലേ. ഇയാളുടെ മകൻ കാരണം, ഇയാളുടെ മകന് എൻ്റെ ഭർത്താവിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ? അതും നിങ്ങളുടെ വിരമിക്കൽ ചടങ്ങിന് വന്ന എൻ്റെ ഭർത്താവിനെ അവൻ അവിടെ നാട്ടി ഇറക്കി വിട്ടു, എല്ലാവരുടെയും മുമ്പിൽ വെച്ചു അടിച്ചു. ഒരു മേലുദ്യോഗസ്ഥനാണെന്ന് നോക്കാതെ നിങ്ങളുടെ മകന് എൻ്റെ ഭർത്താവിനോട് എങ്ങനെയൊക്കെ പെരുമാറിയെന്ന് അറിയാലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വേറെ ഒന്നുമല്ല, ഇയാൾ പറയുന്ന പോലെയൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സച്ചി എന്ന് പറയുന്ന ആ മകനുണ്ടല്ലോ, അവൻ വന്നെൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ചാൽ ഓക്കെ, കുഴപ്പമില്ല, അന്ന് മുതലുള്ള പെൻഷൻ അങ്ങോട്ട് തന്നേക്കാം. ഇനിയിപ്പം വേറൊന്നും എനിക്ക് പറയാനില്ല. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്കും ഇത് തന്നെയാണ് രവീന്ദ്ര പറയാനുള്ളത്. പെൻഷനൊക്കെ കിട്ടണമെങ്കിൽ തൻ്റെ മകൻ വരട്ടെ, എൻ്റെ കാല് പിടിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് നോക്കാം. എൻ്റെ ഒരൊപ്പ് അതെത്രമാത്രം വിലപ്പെട്ടതാണെന്ന് തൻ്റെ മകനൊന്ന് അറിയട്ടേടോ. എൻ്റെ നിലയും വിലയും ഒക്കെ എന്താണെന്ന് അവനൊന്ന് അറിയട്ടെ. കാരണം അന്ന് എന്നോട് അവൻ അത്രമാത്രം ക്രൂരമായിട്ടാണ് പെരുമാറിയത്. അല്ലെങ്കിലും ഇങ്ങനെയുള്ളവന്മാർക്ക് ഇത് തന്നെയാണ് മറുപടിയായിട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തൻ്റെ മകനെയും കൊണ്ട് വരാൻ പറഞ്ഞു. നമ്മുടെ രവീന്ദ്രൻ അവിടെ ഒന്നും പറയാനില്ല. രവീന്ദ്രൻ പറഞ്ഞത് വേറൊന്നുമല്ല, എൻ്റെ മകന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം എന്ന് പറഞ്ഞപ്പം തൻ്റെ ഒരു മാപ്പും ഒരു കോപ്പും വേണ്ട, അവൻ ഇവിടെ വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിക്കാതെ പെൻഷൻ തരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി രവീന്ദ്രൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്തിനെൻ്റെ മകൻ്റെ കാല് ഞാൻ ഇവരെ കൊണ്ട് പിടിപ്പിക്കണം? അതിൻ്റെ കാര്യം എനിക്കില്ല. കാരണം അവന് എന്നെ ഒരിടത്തും അവൻ കൊച്ചാക്കില്ല, എന്നെ ഒരിടത്തും അവന് ചെറുതായി ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആരുടെയെങ്കിലും കാല് പിടിക്കുന്നത് അവന് സഹിക്കില്ല. അപ്പോൾ പിന്നെ അവൻ അങ്ങനെ കാല് പിടിക്കുന്നത് അത് വേണ്ട, അതെന്തിൻ്റെ പേരിലാണെങ്കിലും അത് ശരിയാവില്ല. എൻ്റെ മകൻ ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ രവീന്ദ്രൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര ഒരു കാര്യം ഇട്ട് കൊടുത്തായിരുന്നല്ലോ, മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നത്.
അത് രേവതിയോട് പറയുകയാണ്. അപ്പോൾ രേവതിയോട് പറഞ്ഞു, മോള് റെഡിയായിക്കോ, നാളെ മോൾ ഒരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ട്. എന്താ അച്ഛാ, എവിടെ പോകുന്ന കാര്യമാണ്? അത് നാളെ നിങ്ങൾ അമ്മയുടെ അടുത്ത് വരെ ഒന്ന് പോകണം. ഇതുവരെ പോയില്ലല്ലോ അങ്ങോട്ടേക്കൊന്നും. ഏതായാലും നിങ്ങളുടെ ഈ അടിയും വഴക്കും ബഹളവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് അമ്മേനെ പോയൊക്കെ ഒന്ന് കാണണം. അമ്മയ്ക്കും അതൊരു വലിയ ആശ്വാസമായിരിക്കും. അല്ല, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും ചിലപ്പം അതൊരു നല്ല അനുഭവമായിരിക്കാം. കാരണം ഒരു ചെറിയ യാത്രയൊക്കെ, ഇത്ര ദൂരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ചെറിയ യാത്രയ്ക്ക് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു പോവാലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ അച്ഛാ, അതിന് സമ്മതിച്ചില്ലെങ്കിലോ? ആര്? സച്ചി സമ്മതിക്കത്തൊന്നുമില്ല. പക്ഷേ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കമാന്നൊരക്ഷരം മിണ്ടില്ല. അവൻ്റെ മുത്തശ്ശിയുടെ മുമ്പിൽ അവന് പേടിച്ചു വിറച്ച് നിൽക്കുന്ന, ഇപ്പോഴും ചെറിയ കുട്ടിയെപ്പോലെ നിൽക്കുന്നൊരു പയ്യനാ. അതുകൊണ്ട് ഞാൻ അമ്മയോട് വിളിച്ച് പറയാൻ തന്നെ തീരുമാനിച്ചു. ഏതായാലും അമ്മേനെ ഒന്ന് വിളിക്കട്ടെ, മോൾ ഏതായാലും റെഡി ആയിക്കോ, പോകാൻ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ നേരെ വിളിക്കുകയാണ്. ആരെ? നമ്മുടെ മുത്തശ്ശീനെ. അപ്പോൾ മുത്തശ്ശീനെ കണ്ടു ഒരുപാട് നാളായല്ലേ. അങ്ങനെ മുത്തശ്ശീനെ വിളിച്ചു. മുത്തശ്ശി ഫോണൊക്കെ എടുത്തു. ഫോൺ എടുത്തിട്ട്, എന്താടാ മോനെ, നീ കുറച്ച് ദിവസം ആയല്ലോ നീ വിളിച്ചിട്ട്, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചപ്പം, അത് ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് സുഖമാണോ? എനിക്ക് സുഖമാണോന്നോ? എനിക്ക് പിന്നെ ഇവിടെ എന്താടാ പ്രശ്നം? പിന്നെ കുറച്ച് കാറ്റും മഴയും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട്. ഇപ്പം മഴയാണെങ്കിലും കാറ്റാണെങ്കിലും വെയിലാണെങ്കിലും വരൾച്ചയാണെങ്കിലും കൃഷിക്കാരുടെ കാര്യം നിനക്കറിയാലോ. ഇത് രണ്ടും അവർക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വെയിൽ ഉള്ളപ്പോഴും മഴ വരണേന്ന് പ്രാർത്ഥിക്കും. പക്ഷെ മഴ വന്നു കഴിഞ്ഞ് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. ഏതായാലും നീ പറ, വേറെ എന്താ ഉണ്ട് അവിടെ വിശേഷം? അത് പിന്നെ അമ്മയെ ഞാൻ വിളിച്ചത് അമ്മയോടൊരു കാര്യം പറയാനാ. എന്താ മോനെ, എന്ത് കാര്യം പറയാനാ വിളിച്ചത്? അല്ല നീ പറയ്. അത് പിന്നെ സച്ചിയുടെ കാര്യമാണ്. സച്ചിയുടെ കാര്യമോ? അവനെ രേവതിനെ സ്നേഹിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. അവനൊരു ഇച്ചിരി മുരടൻ സ്വഭാവമായിട്ട് തന്നെയാണ് രേവതിയോട് പെരുമാറുന്നത്. രണ്ടുപേർക്കും ഒരു സ്വരച്ചേർച്ചയുമില്ല. രണ്ടുപേരും ഇതുവരെ ഭാര്യയും ഭർത്താവുമായിട്ടൊന്നും ജീവിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കീരിയും പാമ്പിനെ പോലെയാണ് രണ്ടും. അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മ അവിടെ കൊണ്ട് നിർത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സച്ചിയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. പാവം ആ പെങ്കുച്ചിനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് വെറുതെ എന്തിനാ അതിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നത്? ഓഹോ, അങ്ങനെയാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, സച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ, ഞാൻ ബാക്കി കാര്യം ഏറ്റു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ പറഞ്ഞു ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സച്ചി വന്നു. അപ്പോൾ സച്ചിയോട് പറഞ്ഞു, മോനെ നീ ഇവിടെ ഇരുന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു രവീന്ദ്രൻ. അങ്ങനെ സച്ചി, എന്താ അച്ഛാ സംസാരിക്കാനുള്ളത്? അതെ, നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? അമ്മയുടെ അടുത്ത്. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു അച്ഛാ. ഏതായാലും ഒത്തിരി നാളായില്ലേ മുത്തശ്ശീനെ കണ്ടിട്ട്. നമുക്ക് രണ്ടുപേർക്കും മുത്തശ്ശീനെ ഒന്ന് കാണാൻ പോകണം. ആർക്ക് രണ്ടുപേർക്കും? അതെ, നമ്മൾ രണ്ടുപേരും പോകുന്ന കാര്യമല്ല പറഞ്ഞത്, നീയും രേവതിയും പോകുന്ന കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൂടി പോയി മുത്തശ്ശീനെ ഒന്ന് കാണണം. മുത്തശ്ശീനെ കാണണമെന്നോ? അത് ഇവളുടെ കൂടെ? എൻ്റെ പൊന്നച്ഛ, അവിടെ ചെല്ലുമ്പോൾ മാത്രം എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. ഇനി ഇവളെ കൊണ്ടുപോയിട്ട് അവിടുത്തെ എൻ്റെ സമാധാനം കൂടെ നശിപ്പിക്കാനാണോ അച്ഛൻ ഈ പറയുന്നത്? അതൊന്നും നടക്കില്ല, അതൊന്നും നടക്കണ കാര്യമേ അല്ല. അതുമല്ല, എനിക്ക് വണ്ടിയുടെ എത്ര CC അടയ്ക്കണം എന്നറിയാമോ? അറിയാലോ, ഇവൾ ഒറ്റ ഒരുത്തി കാരണം. അതൊക്കെ പോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഏതായാലും വണ്ടിയുടെ CC കുറേ മുടങ്ങിക്കിടക്കുമല്ലോ കേട്ടോ, സോറി, അടയ്ക്കാനുണ്ട്. അപ്പോൾ ഏതായാലും പൈസ കൂട്ടിയെടുത്ത കാര്യമൊക്കെ അച്ഛന് അറിയാലോ. അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പം, പറ്റില്ലെന്നോ? അതെന്താ നിനക്ക് പറ്റാത്തത്? ഓഹോ, ഞാൻ നിന്നെ പറ്റിക്കാം. കാരണം നിൻ്റെ മുത്തശ്ശിയാണ് പറഞ്ഞത് രേവതിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന്. എങ്കിൽ പിന്നെ നീ നിൻ്റെ മുത്തശ്ശിയോട് വിളിച്ച് പറ. ഞാനിപ്പോൾ ഫോൺ വിളിച്ചു തരാം. നീ നിൻ്റെ മുത്തശ്ശിയോട് വിളിച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. നീ വരുന്നില്ലെന്ന് പറ. മുത്തശ്ശിയോട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ? മുത്തശ്ശിയോട് വരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ നേരെ വിളിച്ചു. അങ്ങനെ മുത്തശ്ശീനെ വിളിച്ചു. സച്ചിയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. സച്ചിയുടെ കൈ കൊടുത്തു. അതെ, നിനക്ക് എന്താടെ ഇങ്ങോട്ട് വരാൻ ഇത്ര പാട്? അല്ല, നിനക്ക് രേവതിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ? അപ്പോൾ ഈ മുത്തശ്ശി പറയുന്ന ഒന്നും നീ ഇപ്പം കേൾക്കില്ലല്ലേ? അപ്പം എല്ലാവരും പറയുന്നത് പോലെ ഈ മുത്തശ്ശിക്ക് ഇപ്പം നീ നിലയും വിലയൊന്നും തരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ, എന്താ മുത്തശ്ശി പറയുന്നത്? ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാൽ പോരെ? ഞാൻ വരാം എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ മുത്തശ്ശിയുടെ അടവും രവീന്ദ്രൻ്റെ അടവൊക്കെ അങ്ങ് ഏറ്റു. ഈ ചന്ദ്ര എന്ന് പറയുന്ന സാധനം പറഞ്ഞു വിടുന്നത് എന്തിനാണ്? ഇവിടെ നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും വിവാഹം നടത്തിയെടുക്കണം. അതിന് നമ്മുടെ സച്ചി ഇടങ്കോലിടാൻ പാടില്ല. പക്ഷേ ഈ ചന്ദ്ര പറഞ്ഞു കൊടുത്ത ഐഡിയ അത് ഒന്നൊന്നൊരായൊരു ഐഡിയ തന്നെയാണ്. കാരണം ചന്ദ്രയ്ക്ക് തന്നെ തലവേദനയായി മാറുക. നമ്മുടെ സച്ചിക്ക് രേവതിയോട് സ്നേഹം വരാൻ പോവുക തന്നെയാണ്. മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പം
നമ്മുടെ സച്ചി രേവതിനെ മനസ്സിലാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മുത്തശ്ശി രേവതിയുടെ സ്വഭാവം സച്ചിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പോവുകയാണെന്ന് പറയാം. ഇത് ആർക്ക് തന്നെ ഭാര്യയായിട്ട് വരും? നമ്മുടെ ചന്ദ്രയ്ക്ക് തന്നെ ഭാര്യയായിട്ട് വരും. ഏതായാലും അങ്ങനെ മനസ്സോടെ നമ്മുടെ രേവതിനെയും കൊണ്ടുപോകാമെന്ന് സമ്മതം കൊടുത്തു സച്ചി. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ രാവിലെ പോകാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ സച്ചി നേരെ കൂട്ടുകാരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് വല്ലാത്ത പെട്ടൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിൻ്റെ ഭാര്യയുടെ കൂടെയല്ലേ പോകുന്നത്, അത് ആദ്യമായിട്ടല്ലേ പോകുന്നത്, വലിയൊരു ഹണിമൂൺ ട്രിപ്പ് തന്നെ ആക്കാൻ പറയുമ്പോൾ, ഹണിമൂൺ ഞാൻ പറയുന്നില്ല, എൻ്റെ മൂണെല്ലാം കൂടെ ഇവിടെ പോയിട്ടിരിക്കുക, അപ്പോഴല്ലേ അവൻ്റെ ഹണിമൂണ്. അതെ എടാ, നിനക്ക് ഇപ്പം വണ്ടിയൊന്നും ഇല്ലല്ലോ, ഏതായാലും ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 4 ദിവസം വരെ അത്രവാക്കി കുറയ്ക്കും. ഏതായാലും അതുവരെ നീ വണ്ടി ഓടിച്ചോ, നിൻ്റെ മക്കൾക്കും ഒക്കെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനുള്ളതൊക്കെ അല്ലേ, അപ്പം ഫീസൊക്കെ അടയ്ക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നീ ഒരു കാര്യം ചെയ്യുക, നീ എൻ്റെ വണ്ടി ഓടിക്കുക, നൈറ്റ് ഓടുന്നത് നീ CC അടയ്ക്കാനായിട്ട് മാറ്റി വെക്കണം, ഡേ ഓടുന്നത് നീ എടുത്ത് ചിലവാക്കിക്കോ, നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാൻ പറഞ്ഞൊരു കൂട്ടുകാരനെ ഏൽപ്പിച്ചു. അങ്ങനെ ആ കൂട്ടുകാരനെ കൂട്ടി നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണ്? ബസ് സ്റ്റോപ്പിൽ കൂട്ടുകാരനാണ് കൊണ്ടുവിടുന്നത്. അങ്ങനെ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയോട് ചോദിച്ചു, രവീന്ദ്രൻ ചോദിച്ചു, എന്താ കാറിനല്ലേടാ പോകുന്നത്? ഹേയ്, കാറിന് പോയാലൊന്നും ശരിയാവില്ല അച്ഛാ, കാറിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ബസ്സിന് പോകാമെന്ന് പറഞ്ഞു. ബസ്സിനോ? ബസ്സിന് പോകാം, ബസ്സിനാണെങ്കിൽ ഒത്തിരി ഡീസലൊന്നും ആവില്ലല്ലോ അച്ഛാ. ഏതായാലും ഇനിയിപ്പോൾ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. രേവതി ഇറങ്ങി കഴിഞ്ഞപ്പോൾ രേവതിനെ ഒരു വല്ലാത്ത നോട്ടമൊക്കെയാണ് നോക്കുന്നത് കേട്ടോ, കാരണം ഇഷ്ടപ്പെടാത്ത രീതിയിൽ. അതിനിടെ രവീന്ദ്രൻ പറഞ്ഞേൽപ്പിക്കുകയാണ്, ഇവള് ദൂര സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല, നീ ഇവളെ സൂക്ഷിച്ചോണം കേട്ടോ, ഇവളെ നോക്കിക്കോണം, ചുമ്മാ വഴിക്ക് വെച്ചും ബഹളവും അടിയും ഒന്നും രണ്ടുപേരും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ, ഹേയ് ഇല്ലച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വണ്ടിയിൽ കയറ്റി യാത്ര അയക്കുകയാണ് ആര്? നമ്മുടെ രവീന്ദ്രൻ ഒത്തിരി സന്തോഷമാണ്. അവരിനി പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്നേഹത്തോടെ തന്നെ വരണം എന്ന ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ്, ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രവീന്ദ്രൻ ടാറ്റ കൊടുത്ത് പറഞ്ഞയക്കുന്നതൊക്കെ. അപ്പോൾ പുറകിൽ നമ്മുടെ രേവതി, ഫ്രണ്ടിൽ സച്ചി. അങ്ങനെ സച്ചി കാറിൻ്റെ ഫ്രണ്ടിൽ, കൂട്ടുകാരനാണല്ലോ ഓടിക്കുന്നത്, അപ്പം കാറിൻ്റെ ഫ്രണ്ടിൽ കയറാൻ തുടങ്ങുമ്പോൾ, നീ എങ്ങോട്ടാണ് ഈ കയറുന്നത്? നീയേ രേവതിയുടെ അടുത്ത് പോയിരിക്കാൻ പറഞ്ഞ് സച്ചിനെ രേവതിയുടെ അടുത്തേക്ക് സീറ്റിൻ്റെ പുറയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, എനിക്ക് പുറകിലിരിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, കുറച്ച് നേരം നീ ഛർദ്ദിക്കുവാണെങ്കിൽ അങ്ങോട്ട് ഛർദ്ദിച്ചോ, കുഴപ്പമൊന്നുമില്ല, നീ രേവതിയുടെ അടുത്ത് ഇരുന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ രേവതിയുടെ അടുത്ത് പോയി ആ ഒരു സീറ്റിൽ തന്നെ ഇരുന്ന് ഇവർക്ക് രണ്ടുപേർക്കും ടാറ്റയൊക്കെ കൊടുത്ത് വിടുകയാണ്. അപ്പം മുത്തശ്ശിയോട് വിളിച്ചു പറഞ്ഞു, ഇവർ പോകുന്ന ഉടനെ തന്നെ മുത്തശ്ശീനെ വിളിച്ചപ്പോഴത്തേക്കും, മോനെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ ഏറ്റു, ഇനി അവർ 2 അല്ല, അവർ 1 ഇനി അവർ വരാൻ പോകുന്നത് പുതിയ സച്ചിൻ രേവതിയൊക്കെ ആയിട്ടായിരിക്കും, അവർ സ്നേഹിച്ച് തുടങ്ങും, നോക്കിക്കോ, ഞാനാ മോനെ നിനക്ക് വാക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും രവീന്ദ്രനെ സമാധാനിപ്പിച്ചു. ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞു കേട്ടോ. ഏതായാലും ഇതിനിടയിൽ പിന്നെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വേറൊരെണ്ണം കൂടെയുണ്ട്. നമ്മുടെ ശ്രുതി ആയിക്കോട്ടെ, പൈസ ഒന്നും കയ്യിലില്ല, അപ്പം ഇന്ന് വൈകിട്ട് അഡ്വാൻസ് കൊടുക്കണം. കൂട്ടുകാർ പറഞ്ഞു, എങ്ങനെ എടി കണ്ടെത്തുന്ന, ഈ അഡ്വാൻസ് എങ്ങനെയും കൊടുക്കണ്ടേടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇപ്പോൾ ഒരു പണി കാണിച്ചു തരാം, ഏതായാലും പൈസ വൈകിട്ട് കിട്ടിയാൽ പോരെ, നീ നിൽക്കുക, വെയിറ്റ് ചെയ്യുക, എനിക്കൊരു മേഡം ഉണ്ടല്ലോ, ചന്ദ്രാമേഡത്തിന് ഞാനങ്ങ് വിളിക്കുക, കാരണം എനിക്കിപ്പം 100 സ്പോൺസർമാരല്ലടി ഉള്ളത്, പിന്നെ എന്തിനാടി ഞാൻ പേടിക്കുന്നതെന്ന് പറഞ്ഞ് നേരെ ചന്ദ്രനെ വിളിച്ചു. ചന്ദ്ര ഫോണൊക്കെ എടുത്തു കേട്ടോ. അടുക്കളയിൽ പണിയും കാര്യങ്ങളൊക്കെയാണ് ചന്ദ്ര, നമ്മുടെ രേവതി ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, എന്താ മോളെ നീ വിളിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു, അമ്മയ്ക്ക് വിഷമാവുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നോ വിവാഹത്തിൻ്റെ കാര്യം? വിവാഹം ഏതായാലും 1 വർഷം നമുക്ക് നീട്ടി വെക്കാമേ, കാരണം എനിക്കൊരു കട ശരിയായിട്ടുണ്ട്, പക്ഷേ ആ കട എടുക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ആ ഒരു സ്ഥിതിക്ക് ഇത് നീട്ടി വെക്കുന്ന അമ്മേ നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ സുധിക്ക് വേറൊരു പെണ്ണിനെ ആലോചിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും, എന്താ മോളെ നീ പറയുന്നത്, ചങ്കിൽ കുത്തുന്ന വർത്താനൊന്നും ഇങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞു. പിന്നെ എന്താ ആൻറ്റി ഞാൻ പറയേണ്ടത്, എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കട തുടങ്ങാനാണ് ആഗ്രഹം, അതിനെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് തുടങ്ങേണ്ട കാര്യമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് വെക്കാൻ പോവാ കട, അതുകൊണ്ട് വിവാഹവും വേണ്ടാന്ന് വെക്കാൻ പോകുന്ന ഒരു പക്ഷേ മോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കില്ല, മോൾക്ക് എന്നാ പൈസ കൊടുക്കേണ്ടത്? പൈസ എനിക്ക് ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കണം, 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? 10 ലക്ഷവും കൊടുക്കേണ്ടി വരില്ല, എന്നാലും കുറച്ച് കൊടുക്കേണ്ടി വരും. മോളെങ്കിൽ ഒരു കാര്യം ചെയ്യുക,
ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വൈകിട്ട് നമുക്ക് പൈസ കൊടുത്താൽ പോരെ? ഏതായാലും ഞാൻ വിളിക്കാം മോളെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ ഒരേ ഒരു വിചാരം എന്ന് പറയുന്നത് ആ ഒരു പ്രമാണം, അതായത് ചന്ദ്രയുടെ പേരിലുള്ള ആ ഒരു പ്രമാണം എടുത്തുകൊണ്ട് പോകാനാണ് കേട്ടോ ചന്ദ്ര തീരുമാനിച്ചിരിക്കുന്നത്. ചന്ദ്രയുടെയും ഇത് ആര് പറഞ്ഞു കൊടുത്ത ഐഡിയ എന്നറിയോ? നമ്മുടെ ഭാമ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഭാമയാണ് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ വീട്ടിൻ്റെ പ്രമാണം ഉണ്ടല്ലോ, നിൻ്റെ പേരിലാണല്ലോ, അതെടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഞാനൊരു കമ്പനിയല്ല ഞാനൊരു ബാങ്കിൽ നിന്നും ലോണ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഭാമയാണ് പറയുന്നത്. അപ്പം അതുപ്രകാരമാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. ഇന്ന് ഫുൾ വിശേഷമാണല്ലോ അല്ലേ? നമ്മളിന്നും പ്രേമവിശേഷത്തിൻ്റെ കൂടെ പറയുന്നത് പോലെ ഫുൾ വിശേഷം കാണാൻ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പം ഫുൾ വിശേഷമാണ്, ആരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.